എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളും ദിവസങ്ങളും കർത്താവ് ധാരാളമായി തരുന്നു. ജൂലൈ മാസത്തിൻ്റെ ഓരോ ദിവസവും നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കർത്താവിൽ നമുക്ക് അടിയുറച്ച് ആശ്രയിക്കാം, വിശ്വസിക്കാം. ഇങ്ങനൊരു ചൊല്ലുണ്ട്, കിണറ്റിലെ തവളയോട് കടലിനെ കുറിച്ച് വിശദീകരിച്ചിട്ട് കാര്യമില്ല. കിണറ്റിലെ തവള കാര്യങ്ങളെല്ലാം കേൾക്കുമെങ്കിലും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകത്തില്ല. കിണറ്റിലെ തവളയോട് കടലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതിനെ കടലോ? അങ്ങനെ കിണറ്റിലെ തവളയുടെ വിചാരം കടലെന്ന് പറഞ്ഞാൽ ഈ കിണറ്റിൽ കിടക്കുന്ന വെള്ളം തന്നെയാണ് കടലെന്ന്. അതുകൊണ്ട് അതിന് ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. കിണറ്റിലെ തവള ജനിച്ചത് കിണറ്റിലാണ്, ജീവിക്കുന്നത് കിണറ്റിലാണ്, മരിക്കുന്നതും കിണറ്റിലാണ്. ഇനി ഈ തവള ഇവിടെ നിന്ന് പുറത്തു വന്ന് പുറലോകം കണ്ടാൽ മാത്രമേ ഈ തവളയ്ക്ക് കടല് മനസ്സിലാകൂ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തവരോട് ചുമ്മാ പറഞ്ഞ് സമയം കളയരുത്. ഞാനിവിടെ പറഞ്ഞിട്ടില്ലേ ഒരു കഥ, ഒരിക്കലൊരു പുലിയും കടുവയും തമ്മിലുള്ള വലിയ തർക്കം നടന്നത്. കാട്ടിൽ കഴുത പറഞ്ഞു ഈ കാട്ടിലെ പുല്ല് മുഴുവൻ നീല നിറമാണ്. പുലി പറഞ്ഞു പച്ച നിറമാണ്. തർക്കം മൂത്തു. കാട്ടിലെ മൃഗങ്ങളെല്ലാം കൂടി വട്ടത്തിൽ കൂടി ഈ തർക്കത്തിൽ ചുറ്റും നിൽക്കുകയാണ്. സിംഹരാജാവിൻ്റെ കയ്യിൽ ഈ വാർത്തയെത്തി. രണ്ടുപേരെയും വിളിപ്പിച്ചു. എന്താ വിഷയമെന്ന് പുലിയോട് ചോദിച്ചപ്പോൾ പുലി പറഞ്ഞു, കഴുത പറയുന്നു കാട്ടിലെ പുല്ലിൻ്റെ നിറം നീലയാണ്, ഞാൻ പറയുന്നു പുല്ലിൻ്റെ നിറം പച്ചയാണ്. സിംഹം ഇത് രണ്ട് കേട്ടിട്ട് കഴുതയോട് പറഞ്ഞു നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. പുലിയോട് പറഞ്ഞു നിനക്ക് 6 മാസം തടവ്, കഠിന തടവ്. അപ്പോൾ പുലി ചോദിച്ചു, യജമാനെ തടവ് ഞാൻ സഹിക്കാം, യജമാനൻ തന്നതല്ലേ, എന്നാൽ കാര്യം പറ, ഞാൻ പച്ചയാണെന്നല്ലേ പറഞ്ഞത്, മറ്റവൻ നീലയാണെന്ന്, അപ്പോൾ എന്തിന് എന്നെ ശിക്ഷിക്കുന്നു? അപ്പോൾ സിംഹം പറഞ്ഞെന്നാ പറയുന്നത്, എടാ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, അതിനല്ല ശിക്ഷ, പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് നീ സംസാരിച്ചു, ഇതിൻ്റെ പേരിലാണ് നിനക്ക് ശിക്ഷ. ഇതുപോലെ പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് നമ്മൾ വലിയ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞാൽ അവർ പുച്ഛിക്കുകയുള്ളൂ. അവരതിനെ അതുപോലെ കാണില്ല. അവരുടെ മനോഭാവം മാറാത്ത കാലത്തോളം നമ്മുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയില്ല. അതുകൊണ്ട് ആരോട് സംസാരിക്കണം? സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കേണ്ടവരോട് സംസാരിക്കാൻ എപ്പോഴും ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കണം. കർത്താവേ, അങ്ങ് എനിക്ക് തന്ന വലിയ സ്വപ്നങ്ങൾ ആരോട് പറയണം? ചിലർ വിമർശിക്കും, ചിലരതിനൊരളവ് വെക്കും, ചിലർ നിന്ദിക്കും, ചിലർ എതിർക്കും, എന്നാൽ ചിലർ അംഗീകരിക്കും. അവർക്ക് അതൊരു 100 മേനി വിളവായി തീരും. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം എല്ലാവരോടും പറയരുത്. നമ്മുടെ ദർശനങ്ങൾ എല്ലാവരോടും പറയരുത്. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞതുപോലെ ഇരിക്കും. എന്നാൽ ദൈവം അതെല്ലാം അവന് നന്മയാക്കി കൊടുത്തു. അതൊരു വാസ്തവമാണ്. എങ്കിലും പറയേണ്ടവരോട് പറയുമ്പോൾ വലിയ വിശാലതകളുണ്ടാകും. യേശു കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? അതായത് ആരെല്ലാം നിങ്ങൾക്കെതിരെ നിന്നാലും നിങ്ങൾ മുന്നറിഞ്ഞവരാണ്, വിളിക്കപ്പെട്ടവരാണ്, തേജസ്കരിക്കപ്പെട്ടവരാണ്, നീതീകരിക്കപ്പെട്ടവരാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ അതാണ്. എന്നാൽ ഇതിനെയൊക്കെ എതിർക്കുന്നവരുണ്ടാകും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമാണ്. പാപികളായിരുന്ന നമുക്ക് ദൈവം അനുകൂലമായി. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിന് ചിലരോട് കരുണ തോന്നി, ചിലരെ ദൈവം കരുണ തോന്നാതെ തള്ളിക്കളഞ്ഞു. കുശവന് കളിമണ്ണിനോട് ഇഷ്ടം പോലെ ചെയ്തുകൂടെ? ചോദ്യം ചെയ്യാൻ ആർക്ക് അവകാശം?
ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കിയ ദൈവത്തോട് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് പറയാൻ പോലും ആർക്കും അനുവാദമില്ല. ഒരേ മണ്ണിനെ ചിലതിനെ പുലിയാക്കി, ചിലതിനെ പൂച്ചയാക്കി, ചിലതിനെ കുറുക്കനാക്കി, ചിലതിനെ കോഴിയാക്കി, ചിലതിനെ പൂച്ചയാക്കി, ചിലതിനെ എലിയാക്കി, ചിലതിനെ ആനയാക്കി, ചിലതിനെ കൊതുകാക്കി. എല്ലാം ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണെന്നേ. ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ദൈവസന്നിധിയിലില്ല. അറിയേണ്ട ഒരു സത്യം, ദൈവം നമുക്ക് അനുകൂലമാണ്. എന്തുകൊണ്ട്? നമ്മെ പൂച്ചയായിട്ടും പുലിയായിട്ടല്ല ഉണ്ടാക്കിയത്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി. നാം പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ തേജസ് ഉള്ളവൻ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് വീണ്ടും നമ്മുടെ തേജസ്സിനെ മടക്കി തന്നു. ദൈവം നമുക്ക് അനുകൂലമെന്നുള്ളതിൻ്റെ തെളിവ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നു. അതുകൊണ്ട് അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? 32-ാം വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കും. സ്വന്തം പുത്രനെ നാം പാപികളായിരിക്കുമ്പോൾ നമുക്കത് വേണ്ടി തന്നു. നാം മോശക്കാരായിരിക്കും. നമ്മുടെ പ്രകൃതി അവനറിയാം. നാം പിന്മാറുന്നവരും വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോകുന്ന മുടിയൻ പുത്രന്മാരാണെന്ന് കർത്താവിനെ അറിയാം. കരുണയുള്ള ദൈവം നമ്മുടെ പ്രകൃതി അറിയാം. എൻ്റെ പിന്മാറ്റം കർത്താവിനെ അറിയാം. എൻ്റെ കുറവുകളോടുകൂടി എന്നെ അംഗീകരിച്ച ഒരു കർത്താവ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ, ആ പുത്രനോടുകൂടി സകലതും. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും, അതാണ് സകലം. എന്ത് ചോദിച്ചാൽ, വീട് വേണോ, വസ്തു വേണോ, യാത്ര വേണോ, ആരോഗ്യം വേണോ, ദീർഘായുസ് വേണോ, മക്കളെയും കാണണമോ, സ്വന്തം പുത്രനെ ലഭിച്ചെങ്കിൽ എന്തും ചോദിപ്പിൻ. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിത്യതയിൽ എന്തൊക്കെയാണ് വേണ്ടത്? ചോദിപ്പിൻ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് നൽകി തരും. പുത്രനെ തന്നെങ്കിൽ ബാക്കിയെല്ലാം തരാതിരിക്കുമോ? അതാണ് ആ ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്തവനെ, 33-ാം വാക്യം, ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാ. ദൈവം ഒരാളെ വിളിച്ച് നീതീകരിച്ച് തേജസ്കരിക്കുമ്പോൾ ഇതിനിടയിൽ കയറി അവനെ എന്തെല്ലാം പറഞ്ഞാലും ഈ പറയുന്നവൻ വിജയിക്കില്ല, അവൻ തോറ്റുപോകും. എത്ര വലിയ നിരൂപകനാണെങ്കിലും, നിങ്ങൾക്ക് എത്ര വ്യൂസ് ഉള്ളവരാണെങ്കിലും, എത്ര വലിയ പൈസയുള്ളവരാണെങ്കിലും, ദൈവം തിരഞ്ഞെടുത്തവരോട് നിങ്ങൾ ജയിക്കില്ല. എസ്തറിനോട് മൊർദെഖായി പറയുന്നുണ്ട്, യഹൂദന് എവിടെ നിന്നെങ്കിലും ഒരു ഉദ്ധാരണമുണ്ടാകും. അതാണ് ദൈവം തിരഞ്ഞെടുത്തവൻ്റെ പ്രത്യേകത. ഇന്നൊന്നും കണ്ടില്ലെങ്കിലും എവിടെ നിന്നെങ്കിലും. ചില സമയത്ത് ദൈവസഭയ്ക്കെതിരെ ഹാമാന്മാർ എഴുന്നേക്കും, ദൈവസഭയെ കൊല്ലാൻ, ഉപദ്രവിക്കാൻ. എന്നാൽ എവിടെ നിന്നെങ്കിലും ദൈവം ഒരു വഴി തുറക്കും. മാത്രമല്ല, ഹാമാൻ എന്ന ദുഷ്ടന്റെ ഭാര്യ സേരസ് യഹൂദനെ കുറിച്ച് പറയുന്നു, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കില്ല. സ്വന്തം ഭർത്താവിനോട്. ഇതുപോലെ നിരൂപകരോട് പറയാം, കുറ്റം വിധിക്കുന്നവരോട് പറയാം, വിമർശിക്കുന്നവരോട് പറയാം, നിങ്ങൾ ഒരിക്കലും ഒരു ദൈവ പൈതലിനെ ജയിക്കില്ല. രക്ഷിക്കപ്പെട്ട, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച, ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് 10,000 കുറ്റമുണ്ടെങ്കിലും, നിങ്ങൾ 1,00,000 കുറ്റം പറഞ്ഞാലും ദൈവത്തിന് അതൊരു വിഷയമല്ല. ദൈവം ഒരാളെ തിരഞ്ഞെടുത്താണോ ആ വ്യക്തിയുടെ കാര്യത്തിൽ ദൈവം തീരുമാനമെടുക്കും. നിങ്ങളുടെ കാര്യത്തിൽ എന്തായി തീരുമെന്ന് അറിയില്ല. അതുകൊണ്ട് വളരെയധികം പേടിക്കണം. ഒരു വ്യക്തിയെ നിങ്ങൾ വിമർശിക്കുന്നതിന് മുമ്പ് ആദ്യം നോക്കേണ്ടത് ദൈവം തിരഞ്ഞെടുത്തയാളാണോ, ദൈവത്തിൻ്റെ പ്ലാനുള്ള ആളാണോ? വിമർശനങ്ങൾ കൊണ്ട്, എതിർപ്പുകൾ കൊണ്ടും, കുരുക്ക് നിയമങ്ങൾ കൊണ്ടൊന്നും ദൈവരാജ്യത്തെ മറിക്കാൻ ആർക്കും കഴിയില്ല.
ദൈവരാജ്യം അതിശക്തമാണ്. അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. അത് രാജാതിരാജാവിൻ്റെ രാജ്യമാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പുത്രനെ നൽകിക്കൊണ്ട് സ്ഥാപിച്ച സ്ഥാപനമാണ്. അതിനെ മറിക്കാനൊന്നും ആർക്കും കഴിയില്ല. നിങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ടാലും കുറേ നാളൊക്കെ പ്രതികൂലത്തിൽ നിങ്ങളിങ്ങനെ നിൽക്കും. അത് ഫറവോന്റെ ഹൃദയം ദൈവം കഠിനപ്പെടുത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾക്കെതിരെ അവർ പ്രവർത്തിച്ചതുപോലെയുള്ളൂ. കുറെ കഴിഞ്ഞപ്പോൾ ഫറവോനെ ദൈവം തന്നെ ചെങ്കടലിൽ മുക്കി. ചിലരെ കഠിനപ്പെടുത്തി ക്യാൻസൽ ചെയ്യുന്നതാണ്. നിങ്ങൾ ആ കൂട്ടത്തിൽ പെടരുത്. നിങ്ങൾ വിമർശകരുടെ ലിസ്റ്റിൽ വരരുത്. നിങ്ങൾ തീർന്നു പോകും. ദൈവരാജ്യത്തിനെതിരെ നിൽക്കരുത്. ദൈവസഭയ്ക്കെതിരെ നിൽക്കരുത്. നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. കർത്താവ് പാതാള ഗോപുരം ജയിക്കില്ല. പിന്നെയാണ് നിനക്ക് ഒരു ദൈവ പൈതലിനെ, ഒരു ദൈവദാസനെ എത്ര നാൾ ഉപദ്രവിക്കാൻ പറ്റും? ആ വ്യക്തിയെ തൊടാൻ ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചെയ്യും? ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊട്ട് കളിച്ചാൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ തൊട്ട് കളിച്ചാൽ ആ തൊട്ട് കളിക്കുന്ന ഒരു വിവരമറിയും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ഒരാൾക്കെതിരെ ഒരു വാക്കുപോലും നീ പറയരുത്. നിന്റെ ജീവിതം തകർന്നു. എനിക്കങ്ങനെ ഒത്തിരി പേരെ അറിയാം. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ചെറുപ്പമായിരുന്നപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു, നീ ഒരിക്കലും രക്ഷപ്പെടില്ല. ടീച്ചർ അവസാനം ഒരു വാക്ക് പറഞ്ഞു, ആരെല്ലാം പാസ്സാക്കിയാലും നിന്നെ ഞാൻ പാസ്സാക്കത്തില്ല. 10ാം ക്ലാസ്സിന് മുകളിലോട്ട് നിനക്കൊരു ഭാവിയില്ല. അദ്ദേഹം പഠിച്ച അമേരിക്കയിലാണ്. കർത്താവിന് വളരെയധികം ഫലം കഴിക്കും. അല്ല, പറഞ്ഞ സുവിശേഷ നിമിത്തം എതിർത്ത് നിന്ന് ആ ടീച്ചർ ബസ് കയറി മരിച്ചു. ആ യൗവനക്കാരൻ വളർന്ന് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ പാർത്തു. ശക്തനായ ഒരു ദൈവദാസൻ. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, എതിർപ്പുകൾ. ഒരു ദൈവദാസന്റെ മോനായി ജനിച്ചു എന്ന കാരണത്താൽ അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എതിർത്തു. നാട്ടിലൊത്തിരി പേര് ഈ കുടുംബം നശിക്കാൻ വേണ്ടി നോക്കി. നശിക്കാൻ വേണ്ടി നോക്കിയ പലരും അവിടെയില്ല. എന്നാൽ ദൈവം തെരഞ്ഞെടുത്തവർ ഇന്നുമുണ്ട്. 30-35 വർഷത്തിലധികമായിട്ട് ഞാൻ ദൈവവേല ചെയ്യുന്നവനാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എൻ്റെ ജീവിതയാത്രയിൽ 10,000-കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം കേട്ട് എൻ്റെ കണ്ണ് ഇന്നും നിറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവ് അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ, കൈവിടാത്ത ദൈവം. നിങ്ങൾക്കൊരിക്കലും രക്ഷിക്കപ്പെട്ട ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിയെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അതാണ് 31-ാം വാക്യം. ദൈവം അനുകൂലമാണ്. ലോകം മുഴുവനും എതിർത്താലും ജയിക്കില്ല കുഞ്ഞ്. ഗവൺമെന്റുകൾ ഇത് മാറി വന്നാലും, ലോകത്തെ മുഴുവൻ മന്ത്രവാദികൾ എതിർത്താലും രക്ഷിക്കപ്പെട്ട യേശുവിൻ്റെ ചോരയാൽ കഴുകൽപ്പെട്ട ഒരു ദൈവ പൈതലിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ധൈര്യപ്പെട്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, നീ ജയാളിയാണ്. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് കേട്ട വചനത്തിൽ കേട്ട ദൈവമക്കൾ ബലപ്പെടട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തിന് വിരോധമായിട്ടുള്ളവർ ദൈവത്തെ ഭയപ്പെടട്ടെ. ആകാശവും ഭൂമിയും മാറിയാലും മാറിപ്പോവാത്ത ദൈവവചന സത്യങ്ങളിൽ ഇവർ ജീവിക്കട്ടെ. കർത്താവിൻ്റെ ബലവും കൃപയും ഇവർക്കുണ്ടാകും. ജയാളികളായി മാറട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ വചനങ്ങൾ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ഉൾക്കാഴ്ചയുള്ളവരാക്കട്ടെ. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നാളെ നമുക്ക് രാവിലെ 10:00 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഫാസ്റ്റിംഗ് പ്രയറുണ്ട്. വരണം, അനുഗ്രഹിക്കപ്പെടണം. ഗോഡ് ബ്ലെസ് യു. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും
ഞാനാകുന്നാലും നീയാകലില്ല. ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകുന്നാലും നീയാകലില്ല. ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. എൻ്റെ എല്ലാമെല്ലാം നീയേ. എൻ ജീവൻ പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ. എൻ ജീവൻ പ്രാണനും നീ. മാർവോട് നിൻ മാർവോട് ചേരട്ടെ ഞാൻ. യേശുനാഥാ ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം. എന്നുമെന്നും എൻ പിതാവ്. മാർവോട് നിൻ മാർവോട് ചേരട്ടെ ഞാൻ. യേശുനാഥാ ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം. എന്നുമെന്നും എൻ പിതാവ്. നിൻ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി. എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നിൻ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി. എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാമെല്ലാം നീയേ. എൻ ജീവൻ പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ. എൻ ജീവൻ പ്രാണനും. മാർവോട് നിൻ മാർവോട് ചേരട്ടെ ഞാൻ. യേശുനാഥാ ഇന്നേരം നീയാണ് എല്ലാമെല്ലാം. എന്നുമെന്നും എൻ പിതാവ്. യേശുവേ നിൻ മാർവോട് ചേരട്ടെ ഞാൻ. യേശുനാഥാ